ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വണ്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു വണ്ടിയുടെ സ്പെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 200 കിലോമീറ്റർ റേഞ്ച്, 40 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ്, 3800 വാട്ടിൻ്റെ ബെൽറ്റ് ഡ്രിവൺ മോട്ടർ, അതുപോലെ തന്നെ 16 ഇഞ്ചിൻ്റെ അലോയ് വീല്. ഭയങ്കര കിഡിലൻ സ്പെക്സ് ആയിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനം വന്നിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് വേറെ ഒരു വാഹനത്തെ പറ്റിയല്ല, ഒക്കിനോവയുടെ OKI 90 എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസും ഡിസൈനും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഒക്കിനോവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒക്കിനോവ OKI 90 എന്ന് പറയുന്നൊരു വണ്ടി. ഒരുപാട് ഫീച്ചേഴ്സും നല്ല അടിപൊളി സ്പെക്സും ആയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ഒരു ഡിസൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വണ്ടിയുടെ. ഇതാണ് വണ്ടിയുടെ ഹെഡ് ലാമ്പ് വരുന്നത്. അത് ഈ ഒരു ഒക്കിനോവയുടെ ലോഗോ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ്. കംപ്ലീറ്റ്ലി LED ആണ്. ഇവിടെ കുറച്ച് ക്രോം എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോം കളറിലാണ് ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ ഒക്കിനോവയുടെ ലോഗോ കാണാം. അതുപോലെ രണ്ട് സൈഡിലായിട്ട് DRLസും ഇൻഡിക്കേറ്റേഴ്സും കാണാം. എല്ലാം കംപ്ലീറ്റ്ലി LED ആണ്. ഇവിടെ ഒരുപാട് സ്പേസ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്പർ പ്ലേറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിലൊരു 16 ഇഞ്ചിൻ്റെ അലോയ് വീല് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ഇത് കുറവാണ്. ഇവിടെ ആയിട്ട് നമുക്കിതിൻ്റെ മഡ് ഗാർഡ്, അതിൽ ഒക്കിനോവയുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ടിൽ മാസീവായിട്ടുള്ള 16 ഇഞ്ചിൻ്റെ അലോയ് വീല് നമുക്ക് കാണാം. ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വൺ ഓഫ് ദി ഹൈലൈറ്റ്സ് ഈ വണ്ടിയിലെ 16 ഇഞ്ചിൻ്റെ അലോയ്സാണ് വരുന്നത്. സാധാരണ സ്കൂട്ടറുകളിലെല്ലാം 12 ഇഞ്ചും 10 ഇഞ്ചൊക്കെ വരുമ്പോൾ ഇത് 16 ഇഞ്ചിൻ്റെ അലോയ്സാണ് വരുന്നത്. ഭയങ്കര മാസീവായിട്ടുള്ള അലോയ്സാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ABS ഫീച്ചറും നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെ ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 100 mm ടയേഴ്സാണ് വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ ഒരു അലോയ് വീൽ ഇത്രയും വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഈ വണ്ടിയുടെ അടിമുട്ട് അങ്ങനെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് കാണാം. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. മോട്ടർ നമുക്ക് ജസ്റ്റ് അകത്തൂടെ ഒന്ന് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം വളരെ നീറ്റായിട്ട് കവേർഡ് ആണ്. നമ്മൾ ഈത്തറിൽ കണ്ടിട്ടുള്ള പോലെ എക്സ്പോസ്ഡ് അല്ല. ബെൽറ്റ് ഡ്രൈവ് വരുന്നൊരു വണ്ടിയാണ്. പക്ഷേ എല്ലാം വളരെ നീറ്റായിട്ട് കവേർഡ് ആയതുകൊണ്ട് അങ്ങനെ ചെളി അടിക്കുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെവിടെയായിട്ട് പിലിയനുള്ള ഫൂട്ട് റെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വൺ സൈഡ് ഇരിക്കാനുള്ള ലേഡീസിൻ്റെ ഫൂട്ട് റെസ്റ്റ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ചിലപ്പോൾ ആക്സസറി ആയിട്ട് അവൈലബിൾ ആയിരിക്കാം. ഈ സൈഡിലായിട്ട് OKI 90 എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്രോം ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്താണ് ഈ വണ്ടിക്ക് വരുന്നത്. നമ്മൾ നോർമലി ഒരു സ്കൂട്ടറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ലെങ്ത്ത് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ഇതാണ് OKI 90യുടെ ഒരു ഡാഷ്ബോർഡിൻ്റെ പോർഷൻ വരുന്നത്. സ്വിച്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോയും ഹൈ ബീമിനുള്ള സ്വിച്ചസ് ഉണ്ട്. ഹോണ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിനുള്ളത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ മോഡ് സെലക്ഷൻ, എക്കോ, സ്പോർട്ട്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും പാർക്കിങ്ങിനായിട്ടുള്ള സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് OKI 90യുടെ ആ ഒരു ഡിസ്പ്ലേ വരുന്നത്. നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. മോണോക്രോമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇവിടെ നമുക്ക് മോഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീഡ്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ബാറ്ററി വോൾട്ടേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് വണ്ടി പാർക്കിങ്ങിലാണോ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ ഇൻഡിക്കേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് നമ്മൾ വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഒരു മൊബൈലോ വണ്ടിയുടെ ബുക്കും പേപ്പറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ഹുക്കുകളാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഇവിടെയും ഒരു ഹുക്കുണ്ട്, അതുപോലെ തന്നെ താഴെയും ഒരു ഹുക്കുണ്ട്. ഭയങ്കര പ്രാക്ടിക്കാലിറ്റി കൂട്ടിയിട്ടാണ് ഒക്കിനോവ ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ്, അതുപോലെ തന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചസ്. നമുക്ക് കീ വേണം എന്നൊന്നുമില്ല. കീലെസ് എൻട്രി ഫീച്ചർ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു കീ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ തന്നെ ഓൺ ആക്കാനും ഓഫാക്കാനും സീറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫ്ലോർ ബോർഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ ബോർഡാണ്. പക്ഷേ ഒരുപാട് സ്പേസസ് ഒന്നുമില്ല. കുറച്ച് സ്പേസ് മാത്രമേ നമുക്കുള്ളൂ.
ഇപ്പം പലരും ചോദിക്കുന്ന പോലെ ഗ്യാസ് സിലിണ്ടറൊന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അത്യാവശ്യം ഈ 2 ഹുക്കുള്ളതുകൊണ്ട് കവറുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഇരുന്നോളും. ഫ്ലാറ്റ് ഫ്ലോർ ബോർഡ് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നീട്ടുള്ള വണ്ടിയാണ്. അത് ഈ ഒരു സീറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര നീട്ടുള്ള സീറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 അഡൽട്ട്സിന് എന്തായാലും സുഖമായിട്ട് ഈ ഒരു വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലിയാണ്, ഒരു ഫാദർ മദർ 2 കുട്ടികളാണെങ്കിലും സുഖമായിട്ട് ഈ ഒരു വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. ബാക്കിയെല്ലാം കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ കയ്യിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വേറെ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഗ്ലൗ ബോക്സ് ഈ ഒരു വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും ഗൈസ്. അപ്പോൾ ഇതിനകത്തൂടെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു മോട്ടർ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബെൽറ്റ് ഡ്രിവൺ ആയിട്ടുള്ള വണ്ടിയാണ്, വളരെ നീറ്റായിട്ട് കവേർഡാണ്. നമുക്ക് പൊതുവേ ഇതുവരെ കണ്ടിട്ടുള്ള ഒക്കിനോവയുടെ വണ്ടികളെല്ലാം ഹബ് മോട്ടർ ആയിരുന്നെങ്കിൽ ഇതിൽ ബെൽറ്റ് ഡ്രിവൺ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന പോലെ ഈത്തർ, ഓല, റിവോൾട്ട് ഈ 3 വണ്ടികൾ മാത്രമാണ് ബെൽറ്റ് ഡ്രൈവ് വരുന്നത്. ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ കുറേ കൂടെ നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ഇനീഷ്യൽ ടോർക്കിനെസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ മോട്ടർ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കില്ല. ബെൽറ്റ് ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല ആക്ച്വലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നീറ്റായിട്ട് കവേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈത്തറിലൊക്കെ ഉള്ള പോലെ ചെളി അടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിലെ ടയർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 120 mm ടയറാണ്. ഭയങ്കര വലിയ ടയേഴ്സാണ്, നല്ല വൈഡറായിട്ടുള്ള ടയേഴ്സാണ്. നല്ല രീതിയിലുള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കണ്ടീഷനുകളും എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈത്തറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹഗ്ഗറിൻ്റെ ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ വണ്ടിയിൽ നല്ല രീതിയിൽ ചെളി അടിച്ച് കയറും. ബാക്കിൽ 2 സൈഡിലായിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. അതും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലും ഡിസ്ക്കാണ് വരുന്നത്. ABS അടക്കമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ഡ്യുവൽ ട്യൂബ് സസ്പെൻഷനാണ് വരുന്നത്, മോണോഷോക്ക് അല്ല. കാരണം എനിക്ക് തോന്നുന്നു ഇവർ ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മോണോഷോക്ക് അവർ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള സസ്പെൻഷൻ തന്നെയാണ്. വണ്ടിയുടെ ബാക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു നമ്പർ പ്ലേറ്റ് ഒഴിപ്പിക്കുന്ന ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും കാര്യമായി ചെളിയടിക്കുന്ന ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ എൻ്റെ ഈത്തറിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ ഈ ഒരു വണ്ടിയിലില്ല. എനിക്ക് ആകെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒരു ഇത് വെച്ചിട്ട് വണ്ടി അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല നീട്ടമുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് ആക്ച്വലി വളരെ കൺവീനിയൻ്റ് ആണ്. കാരണം വളരെ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. നല്ല നീട്ടുള്ള സീറ്റാണ്, വളരെ സ്പേഷ്യസ് ആണ്. സുഖമായിട്ടൊരു ഫാമിലിക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഈ വണ്ടിയുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഈ വണ്ടിയുടെ ബൂട്ട് കണ്ടോ, 40 ലിറ്ററിൻ്റെ മാസീവ് ബൂട്ട് സ്പേസ് ആണ് ഇതിൽ വരുന്നത്. ഈത്തറായിട്ട് നമ്മൾ നോക്കിയ ഈത്തറിൽ 22 ലിറ്റർ ആയിരുന്നു, ഓലയായിരുന്നു 36 ലിറ്റർ വന്നിട്ട് ഒരു ക്ലാസ് ലീഡിങ് ആയിട്ടുള്ള ബൂട്ട്. പക്ഷേ അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് 40 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഒക്കിനോവ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് അല്ല, കാരണം ഇവിടെ ആയിട്ട് നമ്മുടെ ബാറ്ററി വരുന്നുണ്ട്, ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ള കവറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഹെൽമെറ്റും അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 40 ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ബാറ്ററി വരുന്നത്. ഇവിടെ ഇതിൻ്റെ MCB കാണാം. ഈ ഒരു MCB ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്ററിയൊക്കെ ഊരിയെടുക്കാൻ. ഈ ഒരു ക്യാപ്പ് മൂടി ഊരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബൂട്ട് ലൈറ്റ്. അത് ഓണാക്കാനും ഓഫാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ USB ചാർജിങ്ങിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഒരുവിധം അത്യാവശ്യം എല്ലാ ഫീച്ചറുകളും ഈ ഒരു വണ്ടിയിൽ ഒക്കിനോവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. ഞാൻ പേഴ്സണലി ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചറുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഇതിനൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വരുന്നുണ്ട്. 1 ഇയറിലേക്ക് 1500 രൂപയാണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്പിൽ ആക്സസ്, റൈഡ്, സ്റ്റാറ്റ്സ്, അതുപോലെ ജിയോ ഫെൻസിങ് അങ്ങനെയുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. നാവിഗേഷൻ ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. അടുത്തൊരു മോഡലിൽ നാവിഗേഷൻ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റർ കൺസോള് കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്.
ഒരുവിധം എന്താ പറയുക ഫീച്ചർ ലോഡഡ് ആണെന്ന് നമുക്ക് പറയാം. നല്ല നീട്ടുള്ളൊരു വണ്ടിയാണ്. നോർമൽ സ്കൂട്ടറിനേക്കാളും കുറച്ചുകൂടെ നീട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. 40 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു ഫാമിലിക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഒരു ഹെൽമെറ്റാണ് നമുക്കൊരു തവണ വെക്കാൻ സാധിക്കുള്ളൂ. ഫ്രണ്ടിൽ 2 ഹുക്ക് ഉള്ളതുകൊണ്ടും നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ സാധനങ്ങൾ ഇരുന്നോളും. അതുപോലെ തന്നെ റേഞ്ച് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്കോ മോഡിൽ 200 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. അതുപോലെ സ്പോർട്ട് മോഡിൽ 160. നല്ല നമ്പേഴ്സാണ്. ഈ ഒരു നമ്പേഴ്സ് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് ഈ 200 പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 180 ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ മികച്ച നമ്പേഴ്സാണ്. അതുപോലെ തന്നെ നല്ല ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ബെൽറ്റ് ഡ്രിവൺ ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ആ ഒരു ഇനീഷ്യൽ ടോർക്കിനെസ് കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കുറേ കൂടെ സ്മൂത്ത് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ വരുന്നുണ്ട്. വളരെ നല്ല സ്പെക്സ് ഒക്കിനോവ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വാറൻറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററിക്ക് 3 ഇയർ അൺലിമിറ്റഡ് വാറൻറ്റിയാണ്. ബാക്കി ഉള്ള കാര്യങ്ങൾക്കെല്ലാം 3 ഇയർ അല്ലെങ്കിൽ 30,000 കിലോമീറ്റേഴ്സാണ് വാറൻറ്റി. അപ്പോൾ ഇനി ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് വില നമ്മൾ പറയുകയാണെങ്കിൽ 1,43,000 രൂപയാണ് വരുന്നത്. അത് അത്യാവശ്യം കൂടുതലാണെന്നൊക്കെ പലരും പറയുമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ മറ്റ് ബ്രാൻഡുകൾ, അതായത് എയ്ത്തർ, ഓലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ഒക്കെ ചീപ്പറാണ്. എയ്ത്തറിനേക്കാളും ഒക്കെ ഓൾമോസ്റ്റ് ഡബിൾ റേഞ്ച് കമ്പനി എക്കോ മോഡിൽ തന്നെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു വില. അപ്പോൾ OKI90യുടെ സർവീസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 4 സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 എണ്ണം ഫ്രീ ആണ്. അതായത് ഫസ്റ്റും സെക്കൻഡും അതുപോലെ 4th സർവീസും ഫ്രീ ആണ്. 3rd സർവീസ് പെയ്ഡ് ആണ് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. പെയ്ഡ് സർവീസ് ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു വലിയ പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഒരു 350-400 റുപ്പീസൊക്കെ, ഒരു അണ്ടർ 500 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഡിസൈൻ, അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിലുള്ള ഒരുപാട് ഇംപ്രസീവായിട്ടുള്ള നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് ഫീച്ചറുകൾ ഒക്കിനോവ ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എൻ്റെ ഇംപ്രഷൻസ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി സെപ്പറേറ്റ് വീഡിയോസായിട്ട് ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റും ഹിൽ ക്ലൈംബ് ടെസ്റ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷനും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസും മാത്രമാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. ഗൈസ്, ഇനി നമുക്ക് OKI90യുടെ ബാറ്ററിയെ പറ്റി സംസാരിക്കാം. അതായത് ഇതിൽ വരുന്നത് 3.6 kWh ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഡിറ്റാച്ചബിൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. അതുകൊണ്ട് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ബാറ്ററി ഊരി റൂമിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ കഴിയുന്നതും വണ്ടിയെ പാടി ചാർജ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 3.6 kWh ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ ചാർജിന് ഏകദേശം 3.6 യൂണിറ്റ് അല്ലെങ്കിൽ 4 യൂണിറ്റിന് താഴെയാണ് ആവുക. 4 യൂണിറ്റ് കറണ്ട് കൊടുത്തിട്ട് ഏകദേശം 160 മുതൽ 200 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ നല്ല ഫിഗേഴ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ചാർജിങ് ടൈം നമ്മൾ പറയുകയാണെങ്കിൽ 0 to 80 എത്താൻ ഈ ഒരു വണ്ടിക്ക് വെറും 1 മണിക്കൂർ മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ 0 to 100 ആണ് എങ്കിൽ 3 മുതൽ 4 മണിക്കൂർ. ആ ഒരു 80 to 100 എപ്പോഴും എല്ലാ വണ്ടികളിലും ചാർജിങ് കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും. ഗൈസ്, ഇത് OKI90യുടെ ഒരു ആക്സിലറേഷൻ ടെസ്റ്റാണ്. ഫുൾ ത്രോട്ടിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വണ്ടിയുടെ ആക്സിലറേഷനെ പറ്റി ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയിൽ
ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാൻഡിൽ കുറച്ച് ടൈറ്റായിരുന്നു. അത് ഞാൻ വന്ന് വേറെ വണ്ടികൾ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തൊന്നും ആ ഒരു ഇഷ്യൂ ഇല്ല. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയുടെ ഹാൻഡിൽ കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് എനിക്ക് തോന്നി. അതല്ലാതെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ എന്താ പറയുക, സസ്പെൻഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിലും കാര്യമായിട്ടുള്ള ശബ്ദങ്ങളൊന്നുമില്ല. ഒരു 30-35-40 എത്തിക്കഴിയുമ്പോൾ എയ്ത്തറിൽ വരുന്ന പോലെ ചെറിയൊരു ഫ്ലൈറ്റിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വളരെ സൈലൻ്റാണ്, അത്യാവശ്യം നല്ല സ്മൂത്താണ്. പിന്നെ നമ്മൾ ഒരു എയ്ത്തർ പോലെയൊക്കെ ഓടിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. കാരണം എയ്ത്തറിൻ്റെ അല്ലെങ്കിൽ ഓലയുടെ അത്രയും ഒരു ആക്സിലറേഷൻ ഇല്ല എങ്കിലും നല്ല വണ്ടി തന്നെയാണ്, സ്മൂത്താണ്. പക്ഷേ നമ്മൾ ഈ എയ്ത്തറൊക്കെ സ്ഥിരം ഓടിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെറിയൊരു ആക്സിലറേഷൻ ലാഗ് എനിക്ക് തോന്നി. ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. 78 kmph നമുക്ക് വരുന്നുണ്ട്. അതും കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് കയറുന്നത്, എന്നാലും നല്ല സ്റ്റഡിയാണ് വണ്ടി. പിന്നെ ഹബ് മോട്ടർ അല്ലാത്തതുകൊണ്ട് ഇനീഷ്യലി ആ ഒരു തുടക്കത്തിൽ ആ ചാട്ടവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സ്മൂത്തായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ചെറിയൊരു ലാഗ് ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതല്ലാതെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. ആ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയുടെ ഒരു ഹാൻഡിലിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിഫ്നെസ് മാത്രം. റൈഡിങ് പോസ്റ്ററൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കും സുഖമായിട്ടിരിക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ ആ മോട്ടർ കട്ട് ഓഫ് വരുന്നുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മോട്ടർ കട്ട് ഓഫ് ആവുന്നുണ്ട്. പിന്നീട് നമ്മൾ ആക്സിലറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് കംപ്ലീറ്റ്ലി കൈ എടുക്കണം. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ചെറിയൊരു ഹാൻഡിൽ സ്റ്റിഫ്നെസ്സും ചെറിയൊരു ലാഗും ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇത്ര പോലെയൊന്നും റെഗുലറായിട്ട് ഓടിക്കുന്നവരല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് മാത്രം. ഒരു 7-8 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ മാത്രമേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് ആണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒക്കിനോവ OKI 90 കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിങ്ങൾ വന്നിട്ട് ആദ്യം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാട്ടോ. എൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടികൾ എടുക്കുക. അത് ഏതൊരു വണ്ടിയാണെങ്കിലും. കാരണം നമ്മൾ ഇപ്പോൾ ചെയ്തത് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യാൻ വണ്ടി അവർ തരും. അതായത് നമുക്കിനി ഒരു ഹിൽ ക്ലൈംബ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. 1,43,000 രൂപയ്ക്ക് വളരെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള അടിപൊളി സ്പെക്സ് വരുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് ഒക്കിനോവ OKI 90. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ബെൽറ്റ് ഡ്രൈവ് ആണ് എന്നുള്ളതാണ്. വളരെ സൈലൻ്റ് ആണ്, സ്റ്റേബിൾ കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു ലാഗ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയിൽ ഒരു ചെറിയൊരു ഹാൻഡിൽ ടൈറ്റ്നസ് ഉണ്ടായിരുന്നു. അത് മറ്റു വണ്ടികളിലൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്യാം. നമുക്ക് അവർ വണ്ടി തരും. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. അപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതൊരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. ഇത് കണ്ടുകൊണ്ട് ചാടിക്കയറി ഏത് വണ്ടിയാണെങ്കിലും എടുക്കരുത്. നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആളുകളുടെ റിവ്യൂകൾ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.